നമസ്കാരം. ഏവർക്കും സ്പിരിച്വൽ ജേണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തൊടുകുറി ശാസ്ത്രം വളരെ സത്യമുള്ള ഒരു ശാസ്ത്രമാണ്. തൊടുകുറി പ്രകാരം പറയുന്നതായ കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ വന്നു ചേരുന്നതാണ്. അതിനാൽ തന്നെ തൊടുകുറിയിലൂടെ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാണ്. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. ഒന്നാമത്തേത് തുളസി ഇലയും രണ്ടാമത്തേത് കൂവള ഇലയുമാണ്. ഈ 2 ദിവ്യ ഇലകളിൽ ഏതെങ്കിലും ഒരു ഇല നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം. നിങ്ങൾ ഏവരും തന്നെ ഈ ദിവ്യ ഇലകളിൽ ഒന്ന് തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം. അതിനു മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഇവിടെ എന്ത് ആഗ്രഹമാണോ മനസ്സിൽ വിചാരിച്ചത് അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇനി ആദ്യത്തെ ചിത്രമായ തുളസിയിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് തുളസി. ലക്ഷ്മി നാരായണ കടാക്ഷം വീടുകളിൽ ഉണ്ടാകുമ്പോഴാണ് തുളസി നന്നായി വളരുകയും പൂവിടുകയും ചെയ്യുന്നത്. ലക്ഷ്മി കടാക്ഷം ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിച്ചു പോരുന്ന ചില പ്രധാനപ്പെട്ട മൂല്യങ്ങളുണ്ട്. അതിനാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കേണ്ടുന്ന പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്യും. അതിനാൽ ജീവിതത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കണമെന്നുള്ള വ്യക്തമായ ബോധ്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകുന്നതാണ്. ചിലരുടെ പ്രേരണയാലോ അല്ലെങ്കിൽ മറ്റു ചിലരുടെ ഉപദേശങ്ങളാലോ ഇത്തരത്തിൽ പല വഴികളും നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. അങ്ങനെ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നത് മൂലം നിങ്ങൾക്ക് നന്മയുണ്ടാകും എന്നുള്ളത് സത്യം തന്നെയാണെങ്കിൽ കൂടിയും യഥാർത്ഥമായ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള തീരുമാനം കൈക്കൊള്ളേണ്ടത് നിങ്ങൾ തന്നെയാണ്. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ശരിയായ ഒരു തീരുമാനം എടുക്കുന്നത് പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇഷ്ടദേവതയെ നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യവും ആരാധിച്ചുകൊണ്ട് ദേവതയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ശരിയായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ അല്ലെങ്കിൽ യഥാർത്ഥ രീതിയിൽ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ആ ശക്തിയുള്ള ചൈതന്യത്താൽ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നതായ ആ പാത ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായി വന്നു ഭവിക്കുമെന്ന് തന്നെയാണ് ഇതിലെ ഫലം കാണുന്നത്. തൽഫലമായി സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്തും എന്നുകൂടി ഫലമായി കാണുന്നുണ്ട്. ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്നെ എത്തുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ ഉണ്ടാകാം. ഒരു നല്ല ജോലി, വിവാഹം മുതലായ പല കാര്യങ്ങളും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങനെ പല ആഗ്രഹങ്ങളും ഉണ്ടാകും. അത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുമെന്നാണ് ഫലത്തിൽ കാണുന്നത്. കൂടാതെ ഈ പാതയിൽ നിങ്ങൾക്ക് ധാരാളം തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അതായത് വിജയത്തിലേക്കുള്ള പാതയിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതിനാൽ തന്നെ അത്തരം തടസ്സങ്ങളാൽ ഒരിക്കലും നിങ്ങൾ തളർന്നു പോകുവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അല്പം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം, അതായത് തടസ്സങ്ങളും പ്രയാസങ്ങളുമെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ട് കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ്. ഇത്രയും കാലം നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഒറ്റ രാത്രി കൊണ്ട് പോലും കാര്യങ്ങളെല്ലാം മാറിമറിയുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. അനുകൂലമായ പല ഫലങ്ങളും വന്നു ചേരുന്നതാണ്. ഏതൊരു കാര്യമാണെങ്കിൽ പോലും അത് നിങ്ങളുടെ കൺമുന്നിൽ വരുമ്പോൾ വ്യക്തമായ ചിന്തയോടുകൂടി മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കയ്യെത്തും ദൂരത്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെന്ന് മനസ്സിലാക്കുക. ഈശ്വരനായി തന്നെ നിങ്ങളുടെ ആഗ്രഹമെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. ഈശ്വരാധീനത്തിന് യാതൊരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോവുക. തീർച്ചയായും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്. കൂടാതെ പരീക്ഷണാർത്ഥത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാണ് ഇപ്പോൾ. അതിനാൽ ഇത്തരം പരീക്ഷണ ഘട്ടങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മറികടക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുക എന്നുള്ളത് ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുന്ന ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും സൗഭാഗ്യങ്ങളായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ്. അത് നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതായ, അതായത് അതിയായി ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളുമായി തീരാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ചിത്രമായ കൂവള ഇലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്.
സാക്ഷാൽ പരമേശ്വരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇലകളിൽ ഒന്നാണ് കൂവളത്തിൻ്റെ ഇല. ഭഗവാന് കൂവളയില സമർപ്പിക്കുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും അതിവിശേഷമാണ്. പരമശിവന്റെ അനുഗ്രഹം അല്ലെങ്കിൽ ശിവന്റെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ ഇടയായത്. കൂടാതെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുവാൻ കൂവളത്തെ അതിരാവിലെ വലം വയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ എന്നതുപോലെ തന്നെ കളങ്കമില്ലാത്ത ദേവനാണ് സാക്ഷാൽ പരമേശ്വരൻ. തൻ്റെ ഭക്തരുടെ ഭക്തിയിൽ ഏറ്റവും പെട്ടെന്ന് പ്രസന്നനായി അവരുടെ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ ഈ ഭഗവാന് ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ കൂവളയില തിരഞ്ഞെടുത്ത നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് മാറ്റിവെച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുവാനുള്ള സാധ്യത വളരെ കൂടി വരുന്ന സമയം കൂടിയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം അത്ഭുതം നൽകുന്ന ഒരു കാര്യമാണ്. സാക്ഷാൽ പരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് തന്നെ പറയാവുന്നതാണ്. അതിനാൽ തന്നെ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ മന്ത്രങ്ങൾ നിത്യവും ജപിച്ചുകൊണ്ട് ഭഗവാനെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത്. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പരമേശ്വരൻ്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുന്നത് മൂലം ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുമെന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും നാൾ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ നിന്നും വഴിമാറിപ്പോകുന്നതാണ്. ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതായ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലം ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ കൂടിയും അതെല്ലാം നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ നൽകുന്ന ഒരു കാലം സമീപഭാവിയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അതിനാൽ തന്നെ പതിവിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങളോട് അതിയായ താല്പര്യവും സ്നേഹവും തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും നേട്ടങ്ങൾക്കും കാരണമായി തീരുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുവാൻ പോകുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നടക്കുമെന്നതിലുപരി നിങ്ങൾ ആഗ്രഹിക്കാത്തതായ, അതായത് പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേട്ടമായി തന്നെ ഭവിക്കുമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരത്തിൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ ജീവിതം തന്നെ വഴിമാറുവാൻ സാധിക്കുമെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ശിവഭഗവാന്റെ കടാക്ഷമുള്ളിടത്തോളം കാലം തന്നെ നിങ്ങൾ ജീവിതം രക്ഷപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ നിത്യവും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കൂടാതെ കഠിന പ്രയത്നം എന്നതിലൂടെ ജീവിത വിജയം നേടുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. ഏവർക്കും ഭഗവാന്റെ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.